ഹലോ ഗായ്സ്, എല്ലാവർക്കും ഫാൻ ടോക്സിൻ്റെ മറ്റൊരു കച്ചി വീഡിയോയിലേക്ക് എല്ലാ ചെങ്ങമ്മച്ചാമാർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമുക്ക് എങ്ങനെ ടെലഗ്രാമിൽ സ്റ്റോറേജ് എങ്ങനെ ക്ലിയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളാണ് എൻ്റെ മുത്തുകൾ, മണിമുത്തുകൾ എന്നാണെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ടെലഗ്രാം ആദ്യമേ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ടെലഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ നാവിഗേഷൻ മെനു, അതാണ് 3 ഡോട്ടാണ്. അപ്പം ഇതിനകത്ത് നിൽക്കുക, ഓപ്പൺ നാവിഗേഷൻ മെനു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എൻ്റെ പേരാണ് ഇവിടെ കാണിക്കുന്നത്, എൻ്റെ അക്കൗണ്ടിൻ്റെ പേരാണ് ഫൈൻ ടോക്സ് ഒഫീഷ്യൽ അങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ എൻ്റെ ഫോൺ നമ്പറൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്കിനി സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡാറ്റ ആൻഡ് സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡാറ്റ ആൻഡ് സ്റ്റോറേജ് ഇവിടെ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഡാറ്റ ആൻഡ് സ്റ്റോറേജ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ സ്റ്റോറേജ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ 200 സംതിങ് MB എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ക്ലിയർ ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ക്ലിയർ ക്യാഷ് കൊടുക്കാം. നമുക്ക് ക്ലിയർ ക്യാഷ് കൊടുക്കുക. ഓക്കെ, ഇവിടെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഡാറ്റ യൂസേജും കൂടെ ക്ലിയർ ചെയ്തേക്കാം. നമുക്ക് ഡാറ്റ യൂസേജ് എടുക്കാം. ഇതിനകത്ത് 300 സംതിങ് MB അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി ബാക്ക് ഇറങ്ങി ഇനി ഉണ്ടോ നോക്കാം. ഇനിയുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഡാറ്റ യൂസേജ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് ബാക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.